ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. എൻ്റെ കയ്യിലില്ലാത്ത തരം കുറച്ച് 10 മണികളാണ് ഞാൻ ഇന്ന് വാങ്ങിയിട്ടുള്ളത്. കട്ടിങ്സാണ്. ടിയാര എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആട്ടോ മേടിച്ചിട്ടുള്ളത്. മനോഹരമായ ഒരുപാട് പുതിയ വെറൈറ്റികൾ ഇപ്പോൾ 10 മണിയിലൊക്കെ നമ്മൾ പുതിയതായിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. എല്ലാം സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. കുറേശ്ശെയായിട്ട് ഞാനിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇതാ അപ്പം നല്ല ഹെൽത്തി ആയിട്ട്, സത്യം പറഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് ശേഷം എനിക്കിത് കിട്ടിയത്. എന്തോ ഒരു നേരം വൈകിയ കാരണം കൊറിയർ ഓഫീസിൽ ഭയങ്കര ഇതായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു താമരയുടെ ട്യൂബർ കേട്ടോ. താമര എന്ന് പറഞ്ഞാൽ യെല്ലോ കളറാണ്, മഞ്ഞ കളറുള്ള താമരൻ്റെ ട്യൂബർ കേട്ടോ. കണ്ടപ്പോൾ അത് വാങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ അത് ഞാൻ അത് നടുക കേട്ടോ. അതിനായിട്ട് വെറും മണ്ണാണ് ഞാൻ നിറച്ചിട്ടുള്ളത്. ചാണകപ്പൊടി എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായിട്ടില്ല, പിന്നീട് ഞാൻ ഇട്ട് കൊടുക്കും. തൽക്കാലം ഞാൻ അതാ. അപ്പം നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പകുതി മുക്കാൽ അതിൻ്റെ ഇല ഒന്ന് കളഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം മറ്റേ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ആ ഇലകൾ, മണ്ണിൽ തട്ടുന്ന ഇലകളെ കയ്യിൽ കിടന്ന് ചീഞ്ഞിട്ട് ചിലപ്പോൾ അത് തണ്ടിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പകുതി മുക്കാലും അതിൻ്റെ മേലെ അടിഭാഗത്തെ നമ്മൾ നടുന്ന തണ്ടിൻ്റെയൊക്കെ ഉള്ള ഇലകൾ ഇങ്ങനെ ഊരി കളഞ്ഞ ശേഷമാണ് നടുന്നതെങ്കിൽ നമുക്കത് നല്ല ഇതായിട്ട് കിട്ടും കേട്ടോ. പിന്നെ താമര അതുപോലെ തന്നെ ഞാൻ കുറച്ച് മണ്ണെടുത്തു ചളി പരുവത്തിലാക്കി അതിൽ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ബൾബാണ് വാങ്ങിയിട്ടുള്ളത്. 50 രൂപയുടെ ബൾബാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാവുമെന്ന് വെച്ചാൽ അതിൻ്റെ മുമ്പ് പറഞ്ഞിരുന്നു ഞാനിങ്ങനെ 20-നും 30-നൊക്കെ വാങ്ങിയിട്ട് എനിക്ക് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇത് ഉണ്ടാവും. എന്നിട്ട് പിന്നെ അതിനെ ഞാനൊരു ചെറിയ ബൗളിലേക്ക്, ചെറിയ ബൾബല്ല, അപ്പോൾ ചെറിയൊരു ഇതിലേക്കാണ് ഞാൻ നട്ടു കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ വലിപ്പം അനുസരിച്ച് നമുക്കത് മാറ്റി കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അത് ഞാനവിടെ നട്ടു വെച്ചിട്ടുണ്ട്. ഇനി ഇതാ പിറ്റേന്ന് തന്നെ ഇതിലുള്ള മുട്ടുകളൊക്കെ വിരിഞ്ഞതാട്ടോ. കണ്ട ഞാൻ വാങ്ങിയിട്ടുള്ള വെറൈറ്റികൾ എല്ലാം വിരിഞ്ഞിട്ടില്ല, എന്നാലും ഉള്ളതൊക്കെ കുറേ വിരിഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിലില്ലാത്ത ടൈപ്പ് ടിയാര എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആട്ടോ. ഇനി ഒരു സെറ്റും കൂടി ഞാൻ വേറെ ഒരാളുടെ കയ്യിൽ നിന്ന് ഞാൻ സിൻഡ്രല്ല വെറൈറ്റി ഒരു 10 വെറൈറ്റി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ അടുത്ത് തന്നെ കിട്ടും. പിന്നെ അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അപ്ഡേഷൻ ഉണ്ടാവും കേട്ടോ. അതെല്ലാം കൂടി നല്ല, പിന്നെ ഇപ്പം 3-4 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇതാണ്. നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം പിന്നെ ഇത് നല്ല വെയിലത്ത് തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. തൽക്കാലം ഞാനിപ്പോൾ യു വി ഷീറ്റിൻ്റെ അടിയിലാണ് വെച്ചിരിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയൊക്കെ പെയ്യാനുള്ളൊരു സാധ്യതയൊക്കെ കാണുന്ന കാരണം ഇപ്പോൾ ഞാൻ പുറത്തേക്ക് വെച്ചിട്ടില്ല. വെയിൽ കൊണ്ടെന്ന് വെച്ച് വലിയ പ്രശ്നമൊന്നും വരില്ല, നല്ലതാണ്. പക്ഷെ മഴ ഓവറായിട്ട് ഇപ്പോൾ നട്ടിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ നമുക്കത് നഷ്ടപ്പെട്ടു പോകാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനതിൽ കണ്ട പുതിയൊരു വെറൈറ്റി ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ. അത് ഏതൊക്കെയാണെന്ന് എനിക്ക് തന്നെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഞാൻ അതുവരെ കണ്ടിട്ടൊന്നുമില്ല, കാണാത്ത വെറൈറ്റി. കണ്ടില്ല ഈ ചെറിയ ഈ നേരിയ ലീഫിലുള്ള റെഡ് കളറൊക്കെ. ഇതിൻ്റെ ഒരു 3 കളർ എൻ്റെ അടുത്തുണ്ട്. ജംബോ സൈസ്, അത്ര വലിപ്പമില്ല, ഈ ജംബോയുടെ അത്ര വലിപ്പം ഇതില്ല. ജംബോ ആണ് എൻ്റെ കയ്യിലുള്ളത് 3 കളർ. അതിനെക്കാട്ട് കുറച്ച് ചെറുത്, എന്നാലും വളരെ ക്യൂട്ടായിട്ടുള്ള നല്ല മനോഹരമായ പൂക്കളാട്ടോ. 10 മണി എപ്പോഴും നമുക്ക് ഭയങ്കര കണ്ണിന് കുളിർമ തരുന്നൊരു സാധനമല്ലേ. ബോഗൺവില്ല പോലെ തന്നെ ഭയങ്കര കളർഫുള്ളാണ് പുള്ളി. എന്നാലും മഴക്കാലം വരുമ്പോൾ ഇതിനെ നമ്മൾ മഴ കൊള്ളാത്തടത്തേക്ക് മാറ്റി വെക്കുന്നതായിരിക്കും എപ്പോഴും സേഫ്.